ഹായ് ഗൈസ്, വെൽക്കം ടു വീല്. ഇസ്രയേലും ഹമാസും തമ്മിൽ യുദ്ധം ആരംഭിച്ച കാലം മുതൽ തന്നെ വലിയ രീതിയിൽ വാർത്തകളിൽ ശ്രദ്ധ ആകർഷിച്ച ഒന്നായിരുന്നു ഇസ്രയേലിൻ്റെ എയർ ഡിഫൻസ് സമ്പ്രദായമായിട്ടുള്ള അയൺ ഡോം. ഹമാസിൻ്റെ ഭാഗത്തു നിന്നും ഹൂത്തീസിൻ്റെ ഭാഗത്തു നിന്നുമുണ്ടായ എല്ലാ ആക്രമണങ്ങളും തടയുവാനായി അയൺ ഡോമിന് സാധിച്ചിരുന്നു. എന്നാൽ പക്ഷേ എന്തുകൊണ്ടാണ് ഇറാൻ്റെ സിജിൽ മിസൈലുകളെ തടയുവാനായി അയൺ ഡോമിന് സാധിക്കാത്തത്? ഇത് അയൺ ഡോമിൻ്റെ പോരായ്മയാണോ, അതോ മറ്റെന്തെങ്കിലും കാരണമാകുമോ ഇതിന് പിന്നിലുള്ളത്? മാത്രമല്ല, എന്താണ് ഇസ്രയേലിൻ്റെ കൈവശമുള്ള ആരോ 2, ആരോ 3 എയർ ഡിഫൻസ് സമ്പ്രദായം? ഇതൊക്കെ നമുക്കറിയണമെങ്കിൽ മിസൈലുകളെ നമ്മൾ അടുത്തറിയേണ്ടതായുണ്ട്. ആദ്യം തന്നെ നമുക്കവയെ 3ആയി തരംതിരിക്കാം: റോക്കറ്റുകളെന്നും, ക്രൂയിസ് മിസൈലുകളെന്നും, കൂടാതെ ബലിസ്റ്റിക് മിസൈലുകളെന്നും. ഒരു റോക്കറ്റ് എന്നാൽ റോക്കറ്റ് എഞ്ചിൻ്റെ സഹായത്തോടു കൂടി സഞ്ചരിക്കുന്നവ. ഇവയ്ക്ക് യാതൊരു തരത്തിലുമുള്ള ഗൈഡൻസ് സംവിധാനങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരിക്കുകയില്ല. വളരെ കുറഞ്ഞ ദൂരപരിധി മാത്രം സഞ്ചരിക്കുന്ന, ഏകദേശം 70 മുതൽ 100 കിലോമീറ്റർ മാത്രം ദൈർഘ്യം സഞ്ചരിക്കുവാൻ സാധിക്കുന്ന പ്രൊജക്ടൈലുകളാണ് റോക്കറ്റുകൾ. ഇവ നിർമ്മിക്കുന്നതിന് അധികം ചിലവും വരാറില്ല. ഉദാഹരണത്തിന്, ഹമാസ് ഇസ്രയേലിന് നേരെ നിരന്തരം പ്രയോഗിക്കുന്ന ക്വാസം റോക്കറ്റ് ഇതിനൊരു ഉദാഹരണമാണ്. ഇനി രണ്ടാമതായി ക്രൂയിസ് മിസൈലുകൾ. ക്രൂയിസ് മിസൈലുകൾ വേണമെങ്കിൽ നമുക്കൊരു അൺമാൻഡ് എയർക്രാഫ്റ്റുമായി താരതമ്യം ചെയ്യാം. വളരെ താഴ്ന്ന ഉയരത്തിൽ കൂടെ പറക്കുവാനും യാത്രയിൽ ഗതി മാറ്റുവാനും എല്ലാം സാധിക്കുന്ന ഒരു ജെറ്റ് എഞ്ചിൻ്റെ സഹായത്തോടു കൂടി GPS-ഉം ടെറൈൻ മാപ്പിങ്ങും റഡാർ സംവിധാനങ്ങളും എല്ലാമുള്ള വളരെ കൃത്യതയോടുകൂടി ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ സാധിക്കുന്നവയാണ് ക്രൂയിസ് മിസൈലുകൾ. കരയിൽ നിന്നോ വായുവിൽ നിന്നോ കടലിൽ നിന്നോ എല്ലാം വിക്ഷേപിക്കുവാൻ സാധിക്കുന്ന സബ്സോണിക്, അതുമല്ലെങ്കിൽ സൂപ്പർസോണിക് വേഗതയിൽ സഞ്ചരിക്കുന്ന മിസൈലുകളാണിവ. ഉദാഹരണത്തിന്, അമേരിക്കയുടെ കൈവശമുള്ള ടോം ഹോക്ക് മിസൈലുകൾ, ഇന്ത്യയുടെ കൈവശമുള്ള നിർഭയ്, റഷ്യയുടെ കൈവശമുള്ള കാലിബർ, ഇതെല്ലാം ക്രൂയിസ് മിസൈലുകൾക്ക് ഉദാഹരണമാണ്. ഇനി അവസാനത്തതും ഏറ്റവും അപകടം പിടിച്ചതുമായിട്ടുള്ള മിസൈലുകളാണ് ബാലിസ്റ്റിക് മിസൈലുകൾ. ഭൂമിയിൽ നിന്നും റോക്കറ്റ് എഞ്ചിൻ്റെ സഹായത്തോടു കൂടി ലോഞ്ച് ചെയ്ത് ഭൂമിയുടെ അന്തരീക്ഷവും കടന്ന് ബഹിരാകാശത്ത് എത്തുകയും ഒരു ബാലിസ്റ്റിക് ട്രജക്ടറിനെ പിന്തുടർന്ന് തിരികെ ഭൂമിയിൽ പ്രവേശിക്കുകയും മൾട്ടിപ്പിൾ വാർഹെഡ് ഡിപ്ലോയ് ചെയ്യുവാൻ സാധിക്കുന്ന മാക് 24 വേഗതയിൽ വരെ എത്തിച്ചേരുവാൻ സാധിക്കുന്നവയാണ് ബാലിസ്റ്റിക് മിസൈലുകൾ. ബാലിസ്റ്റിക് മിസൈലുകളെ പൂർണ്ണമായും വിവരിക്കുന്ന ഒരു വീഡിയോ മുന്നേ തന്നെ നമ്മളുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ആയതിനാൽ ബാലിസ്റ്റിക് മിസൈലുകളെ കൂടുതൽ അടുത്തറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും ഇട്ടേക്കാം. ഇനി നമ്മുടെ വീഡിയോയുടെ യഥാർത്ഥ ടോപ്പിക്കിലേക്ക് തിരിച്ചു വരാം. എന്തുകൊണ്ടാണ് ഇറാൻ വിക്ഷേപിക്കുന്ന സെജിൽ മിസൈലുകളെ തടയുവാനായി ഇസ്രയേലി എയർ ഡിഫൻസ് സമ്പ്രദായമായ അയൺ ഡോമിന് സാധിക്കാതെ വരുന്നത്? ഇറാൻ്റെ കൈവശമുള്ളതിൽ തന്നെ ഏറ്റവും നൂതനമായ ഒരു സോളിഡ് ഫ്യൂൽ ബാലിസ്റ്റിക് മിസൈലാണ് സെജിൽ. ഇവിടെ എന്തിനാണ് ഈ സോളിഡ് ഫ്യൂവൽ എന്ന് എടുത്തു പറയുന്നത്? ബാലിസ്റ്റിക് മിസൈലുകളിൽ തന്നെ ദ്രാവക രൂപത്തിലുള്ള ഇന്ധനമോ അതുമല്ലെങ്കിൽ ഖരാവസ്ഥയിലുള്ള ഇന്ധനമോ ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ ദ്രാവക രൂപത്തിലുള്ള ഇന്ധനമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ ഒരു മിസൈൽ ഉപയോഗിക്കുന്നതിന് മുമ്പായി അത് റീഫ്യൂവൽ ചെയ്യണം. അങ്ങനെ തുടങ്ങിയ നിരവധി പ്രശ്നങ്ങളുണ്ട്. എന്നാൽ ഒരു സോളിഡ് ഫ്യൂവൽ ബാലിസ്റ്റിക് മിസൈലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് എപ്പോഴാണോ ഉപയോഗിക്കേണ്ടത് ആ സമയം നേരിട്ട് തന്നെ അതെടുത്ത് പ്രയോഗിക്കുവാനായി സാധിക്കും. രണ്ടാമതായി, സെജിലൊരു MRBM അതല്ലെങ്കിൽ മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈലാണ്. 2 വ്യത്യസ്ത റോക്കറ്റുകളുടെ സഹായത്തോടെ ഭൂമിയിൽ നിന്നും വിക്ഷേപിക്കുന്ന ഈ ഒരു മിസൈൽ ഭൂമിയുടെ അന്തരീക്ഷവും കടന്ന് സ്പേസിൽ എത്തിച്ചേരുകയും അവിടെ നിന്നും തിരികെ ഭൂമിയിൽ പ്രവേശിക്കുകയും ലക്ഷ്യസ്ഥാനം തകർക്കുകയുമാണ് ചെയ്യുന്നത്. ഏകദേശം ശബ്ദത്തിൻ്റെ 5 ഇരട്ടി വേഗതയിൽ സഞ്ചരിക്കുന്ന ഇവയെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തകർക്കുക എന്നത് അത്ര നിസ്സാരമായൊരു കാര്യമല്ല. യഥാർത്ഥത്തിൽ അയൺ ഡോം നിർമ്മിച്ചിട്ടുള്ളത് ഈ രീതിയിൽ വരുന്ന ആക്രമണങ്ങളെ പ്രതിരോധിക്കുവാനായല്ല, മറിച്ച് വളരെ താഴ്ന്നു പറക്കുന്ന, വളരെ സാവധാനം അല്ലെങ്കിൽ തരക്കേടില്ലാത്ത വേഗതയിൽ ഇസ്രയേലിനെ ലക്ഷ്യമാക്കി വരുന്ന അൺഗൈഡഡ് റോക്കറ്റുകൾ, മോട്ടറുകൾ, ആർട്ടിലറി ഷെല്ലുകൾ തുടങ്ങിയവയിൽ നിന്നും സംരക്ഷണം നൽകുകയാണ് അയൺ ഡോമിൻ്റെ പ്രധാന കടമ. ഈ ഒരു കടമ അയൺ ഡോം കൃത്യമായി തന്നെ ചെയ്യുന്നുമുണ്ട്. നമ്മുടെ വീഡിയോയുടെ ആരംഭത്തിൽ പറഞ്ഞതുപോലെ സെജിൽ ഒരു ബാലിസ്റ്റിക് മിസൈലാണ്. മിക്ക ബാലിസ്റ്റിക് മിസൈലുകളും അതിൻ്റെ ഇനീഷ്യൽ ഫേസിൽ മാത്രമേ ഗൈഡ് ചെയ്യപ്പെടാറുള്ളൂ. പിന്നെ അതൊരു ഹൈപ്പർസോണിക് ട്രജക്ടറിയിൽ ഒരു ബാലിസ്റ്റിക് പാത്ത് പിന്തുടരുകയും ശേഷം ഒരു ഫ്രീ ഫോൾ നടത്തുകയുമാണ് ചെയ്യുന്നത്. ഭൂമിയുടെ അന്തരീക്ഷവും കടന്ന് വളരെ ഉയരത്തിൽ കൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു ക്രൂയിസ് മിസൈലുമായി താരതമ്യം ചെയ്യുമ്പോൾ
ഇവയെ ഇന്റർസെപ്റ്റ് ചെയ്യുക എന്നത് അത്യന്തം ദുഷ്കരമായ കാര്യങ്ങളിലൊന്നാണ്. അയൺ ഡോമിന്റെ റഡാറുകൾ ഇവയെ തിരിച്ചറിയുന്നത് തന്നെ വളരെ താമസിച്ചായിരിക്കും. അതുകൊണ്ട് തന്നെ അയൺ ഡോം ഉപയോഗിച്ച് ഇവയെ തകർക്കുക എന്നതും സാധ്യമായ കാര്യമല്ല. എന്നാൽ അതിനർത്ഥം ബാലിസ്റ്റിക് മിസൈലുകളെ തടയുവാനായി ഇസ്രയേലിന്റെ കൈവശം ഒന്നുമില്ല എന്നല്ല അർത്ഥം. അതിനായി അവർ ഉപയോഗിക്കുന്നത് അയൺ ഡോം അല്ല, മറിച്ച് ആരോ 2, ആരോ 3 എയർ ഡിഫൻസ് സമ്പ്രദായമാണ്. നിലവിൽ ഇസ്രയേലിന്റെ കൈവശമുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ഗ്രീൻ പൈനും സൂപ്പർ ഗ്രീൻ പൈൻ റഡാറുകളുടെ സഹായത്തോടെ ഏകദേശം 500 മുതൽ 1000 കിലോമീറ്റർ അകലത്തിൽ വെച്ച് തന്നെ ബാലിസ്റ്റിക് മിസൈലുകളെ തിരിച്ചറിയുവാനായി സാധിക്കും. മാത്രമല്ല, അമേരിക്കയുടെ സാറ്റലൈറ്റ് സംവിധാനമായിട്ടുള്ള സ്പേസ് ബേസ്ഡ് ഇൻഫ്രാറെഡ് സാറ്റലൈറ്റുകളുടെ സഹായത്തോടു കൂടി ഒരു ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ച് ചെയ്യുമ്പോൾ തന്നെ റഡാറുകൾ തിരിച്ചറിയുന്നതിന് മുന്നേ തന്നെ ഇവയെ ഡിറ്റക്ട് ചെയ്യുവാനായി സാധിക്കുന്നതാണ്. ഇങ്ങനെ ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആരോ 2ഉം ആരോ 3 മിസൈൽ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടാണ് ബാലിസ്റ്റിക് മിസൈലുകളെ ഇന്റർസെപ്റ്റ് ചെയ്യുക. പക്ഷെ അങ്ങനെയാണെങ്കിലും ഇതിനും അതിൻ്റേതായിട്ടുള്ള പോരായ്മകളുണ്ട്. ഒരു ആരോ 2 അല്ലെങ്കിൽ ആരോ 3 മിസൈൽ നിർമ്മിക്കുവാനായിട്ട് മാത്രം അനേകം മില്യൺ ഡോളർ ചിലവ് വരുന്നുണ്ട്. മാത്രവുമല്ല, എങ്ങനെയാണ് ഇറാൻ അറ്റാക്ക് നടത്തുന്നത് എന്നതിനനുസരിച്ച് ഈ സംവിധാനങ്ങൾ പരാജയപ്പെടുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഉദാഹരണത്തിന് 2024 ഇറാൻ നടത്തിയ ആക്രമണം ക്രൂയിസ് മിസൈലുകളും ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉൾപ്പെടെ 300 പ്രൊജക്ടൈലുകൾ ഒരുമിച്ച് അയച്ച് നടത്തിയ ആക്രമണത്തിൽ ആരോയും അയൺ ഡോമോ ഡേവിഡ് സ്ലിങ്ങും പോലുള്ളവ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടും ബാലിസ്റ്റിക് മിസൈലുകളിൽ ചിലത് ഇസ്രയേലിൽ പതിക്കുകയുണ്ടായി. മാത്രമല്ല, ഒന്നിലധികം ബാലിസ്റ്റിക് മിസൈലുകൾ ഒരുമിച്ച് അയക്കുന്ന സമയം, ഉദാഹരണത്തിന് 15 ബാലിസ്റ്റിക് മിസൈലുകൾ അയക്കുകയാണ്, അതിനെ പ്രതിരോധിക്കുവാനായി 5ഓ 6ഓ ആരോ മിസൈലുകൾ മാത്രമാണ് ഉള്ളതെങ്കിൽ ബാക്കി വരുന്ന മിസൈലുകൾ ആ ഒരു പ്രദേശത്ത് പതിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. മാത്രവുമല്ല, ഇറാന്റെ കൈവശമുള്ള സെജിൽ ബാലിസ്റ്റിക് മിസൈലുകൾ വളരെ അഡ്വാൻസ്ഡ് ആണ്. MRV അഥവാ മൾട്ടിപ്പിൾ ലോഞ്ച് വെഹിക്കിളുകളാണിവ. അതായത് ഇവ വിക്ഷേപിക്കുന്ന സമയത്ത് ഒരൊറ്റ റോക്കറ്റ് ആണെങ്കിലും അവ റീ എൻട്രി നടത്തുന്ന സമയത്ത് ഒന്നിലധികം വാർഹെഡുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയും വിവിധ ഭാഗങ്ങളിൽ പതിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ഇവയിൽ ഇതിൽ ഓരോ വാർഹെഡും നിരായുധീകരിക്കുന്നതിനായി ഓരോ ഇന്റർസെപ്റ്റർ മിസൈലുകൾ വേണ്ടിവരും. രണ്ടാമതായി, ഇതിൽ തന്നെ റഡാർ സിഗ്നേച്ചറുകൾ മിമിക് ചെയ്യാൻ സാധിക്കുന്ന വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റുകൾ ഉണ്ടായിരിക്കും. ഇതിലേതാണ് യഥാർത്ഥ വാർഹെഡ് എന്ന് തിരിച്ചറിയുവാനായി സാധിക്കാതെ വരും. അതിൽ തന്നെ ഇവിടെ വാർഹെഡുമുണ്ട്, അതുപോലെ തന്നെ ഫേക്ക് ആയിട്ടുള്ള വാർഹെഡുകളുമുണ്ട്. ഇതിൽ ഏതാണ് യഥാർത്ഥത്തിലുള്ള വാർഹെഡുകളെന്ന് റഡാറിന് തിരിച്ചറിയുവാനായി സാധിക്കാത്തൊരവസ്ഥ വരും. അപ്പോൾ ചിലപ്പോൾ ആക്രമണം നടത്തുന്ന സമയത്ത് ഇന്റർസെപ്റ്റ് ചെയ്യുന്നത് തെറ്റായിട്ടുള്ള ഒബ്ജക്റ്റുകളെയായിരിക്കും. അവസാനമായി, ഇലക്ട്രോണിക് ജാമിങ്ങിന്റെ സഹായത്തോടു കൂടി റഡാറുകളെ വട്ടം കറക്കുന്ന സംവിധാനവും ഇവയിലുണ്ട്. ഇവയെല്ലാം ഒത്തുചേരുന്ന സമയം ഒരു ഗ്രൂപ്പായി നടത്തുന്ന ബാലിസ്റ്റിക് മിസൈലുകളുടെ ആക്രമണത്തെ പൂർണ്ണമായും തടയുവാനായി സാധിക്കാതെ വരുന്നു എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. പക്ഷേ അതിനിവിടെ അർത്ഥം ഇസ്രയേലിന്റെ അയൺ ഡോം പരാജയപ്പെട്ടു പോയി എന്നല്ല. അയൺ ഡോം ഉപയോഗിക്കുന്നത് തീർത്തും വ്യത്യസ്തമായ മറ്റ് റോക്കറ്റുകളെയും അല്ലെങ്കിൽ പ്രൊജക്റ്റുകളെയും തടയുവാനായാണ്. ഒരു ബാലിസ്റ്റിക് മിസൈലിനെ തടയുക എന്നത് അയൺ ഡോമിന്റെ കർത്തവ്യവുമല്ല. ആയതിനാൽ തന്നെ അതിലത് പരാജയപ്പെട്ടു പോയി എന്നും നമുക്ക് പറയുവാനായിട്ട് സാധിക്കില്ല. ആ കർത്തവ്യം നടത്തുന്നത് ആരോ 2, ആരോ 3 എയർ ഡിഫൻസ് സിസ്റ്റം വഴിയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഞാൻ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടേത് വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുമ്പോട്ട് പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണമെന്നും, അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യണമെന്നും കമൻറ്റ് ചെയ്യണമെന്നും, പറ്റുന്ന ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണമെന്നും ഞാൻ റിക്വസ്റ്റ് ചെയ്യണം. അപ്പോൾ ടാറ്റാ ബൈ ബൈ. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. അപ്പോൾ ഈ യുദ്ധവും ഇതൊന്നും ഇല്ലാതെ എല്ലാവരും പീസ്ഫുള്ളായിട്ടിരിക്കുന്ന സമാധാനപരമായിട്ടുള്ള ലോകം ഉണ്ടാകട്ടെ.